തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെന്ന പരാതി. 7:15 പുറപ്പെടേണ്ട AI2455 എന്ന വിമാനമാണ് റദ്ദാക്കിയത്. പകരം സംവിധാനം ഒരുക്കിയില്ലെന്നും വിമാനം റദ്ദാക്കാനുള്ള കാരണം എയർ ഇന്ത്യ വിശദീകരിക്കുന്നില്ലെന്നും യാത്രക്കാർ പറഞ്ഞു. अभी एयर इंडिया का फ्लाइट है और दिल्ली पर डिले हर आधे घंटे पे डिले करते जा रहे हैं, बट फाइनली दे आर नॉट गिविंग एनी, ये कोई भी कंफर्मेशन नहीं दे रहे कि जाएगी कि नहीं जाएगी. हम लोग यहाँ 3-4 घंटे से 5 घंटे से परेशान हो रहे हैं. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലണ്ടനിൽ പോകാനുള്ളതായിരുന്നു. ഞാൻ ഇന്നലെ എത്തിക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇന്നലെ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ടു ബാംഗ്ലൂരും ബാംഗ്ലൂർ ടു ലണ്ടനുമായിരുന്നു. അത് ഇന്നലെ ക്യാൻസൽ ആയതുകൊണ്ട് ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തതാണ്. ട്രിവാൻഡ്രം ടു ഡൽഹി ടു ലണ്ടൻ. പക്ഷേ ഇതും ക്യാൻസലായി. കുട്ടികളുണ്ട്. ഇത് സെയിം അവസ്ഥ. ഞാനും ഇത് സെയിം ഫ്ലൈറ്റ് എടുത്തതാണ്. കൊച്ചി സൈതം. എന്നാൽ ഇത് സെയിം ഫ്ലൈറ്റ്. കൊച്ചിന് നാളെ സ്കൂളുള്ളതാണ്. അവിടുത്തെ പ്രശ്നം അവർക്ക് അറിയില്ല. उन्होंने अपनी DM को भगा दिया है. हमने बोला कि उन्हें मत जाने दीजिए. वो हमारी बातें सुनकर हमने उनसे क्वेश्चंस करे. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്താണ് നിലവിലെ സാഹചര്യം? പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? വിഷ്ണു, തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെന്നാണ് യാത്രക്കാരുടെ പരാതി. ഇന്ന് 7:15 പുറപ്പെടേണ്ട A12455 എന്ന വിമാനമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ റദ്ദാക്കിയത്. റദ്ദാക്കാനുള്ള കാരണം എയർ ഇന്ത്യ വിശദീകരിക്കുന്നില്ലെന്നാണ് യാത്രക്കാർ പറയുന്ന പരാതി. പകരം സംവിധാനം ഒരുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഈ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹി എത്തി ഡൽഹിയിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ബാങ്കോക്ക്, ലണ്ടൻ തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ യാത്രക്കാരുടെ ഈ ബോർഡിംഗ് കഴിഞ്ഞ് ഇത്തരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്നുണ്ട്. യാത്രക്കാരുടെ ബോർഡിംഗ് അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിമാനം റദ്ദ് ചെയ്തതായിട്ട് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായത്. ഇതേ തുടർന്ന് ഈ യാത്രക്കാർ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്നലെയും ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയെന്ന് യാത്രക്കാർ പരാതി പറയുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സമാനമായത് മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ ഫ്ലൈറ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ ഡൽഹിയിലെത്തി അവിടെ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ളവരാണ്. നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയതിലൂടെ വിമാനത്താവളത്തിനകത്ത് കുരുങ്ങിക്കിടക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂറോളമായി ഇത്തരത്തിൽ യാത്രക്കാര് വിമാനത്താവളത്തിനകത്ത് കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ബോർഡിംഗ് പാസ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷമാണ് യാത്രക്കാരോട് ഇത്തരത്തിലുള്ള നടപടി എയർ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇതുവരെ ഇത്തരത്തിൽ ഈ വിമാനം പുറപ്പെടാനുള്ള അല്ലെങ്കിൽ മറ്റ് മാർഗം കണ്ടെത്തി കൊടുക്കാനുള്ള തീരുമാനം എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.